വേറെ കാര്യം അത് എടുത്തു പറയാനുള്ളത്, ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് സ്നാക്ക് ഇട്ടിരിക്കണം. കാരണം അത്രയ്ക്ക് ഭയാനകമായ തകർത്തുന്ന ഒരു രക്ഷയില്ല. ടൊവിനോ കൊണ്ടുപോയി എന്നുള്ളത് ഉറപ്പാണ്. ഓണം കത്തി കയറിയിരിക്കണം. കത്തി എത്ര കോടിയാണ്? ഇതൊരു 300 കോടിയാണ്. 300 കോടി തകർത്തു. 5 ഭാഷകളിലെ 5-6 ഭാഷകളിലെ സിനിമ 300 കോടിയാണ്. മലയാളത്തിന്റെ ആദ്യത്തെ 300 കോടി. മലയാളത്തിന്റെ അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക്, അതായത് ജൂനിയർ മമ്മൂക്ക എന്ന പരിവേഷം. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ നല്ല കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു നായകനായിട്ട് നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടുള്ളത്. അതിനുശേഷം അത് കുതിര തടവുന്ന സീനാണ്. അപ്പൊ അതിനുശേഷം ജയൻ പറഞ്ഞ മസിലിങ്ങനെ കുതിരയെ കുതിരപ്പുറത്ത് അല്ല ആലോചിച്ചു. കുതിരപ്പുറത്ത് ഇത്രയും യാത്ര ചെയ്യുന്ന ഒരു നടൻ സീനാണെങ്കിൽ പോട്ടെ, എനിക്ക് തോന്നുന്നു മമ്മൂക്കയ്ക്ക് പകരം വയ്ക്കാൻ ഇനി അടുത്ത ഒരു നടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ടൊവിനോ തോമസ്, ജൂനിയർ മമ്മൂക്ക എന്ന പരിവേഷം അദ്ദേഹത്തിന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രേക്ഷകർ ഈ സിനിമ കണ്ടിട്ട് അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇനി ഒരിക്കലും ചെയ്യരുത്. അത് ഈ ARM എന്ന് പറയുന്ന മൂവിക്ക് ആ സെക്കൻഡ് പാർട്ടിന്റെ അവകാശം കൊടുക്കണമെന്ന് പ്രേക്ഷകരോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വടക്കൻ കട ഇതും കൂടി കമ്പയർ ചെയ്ത് എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം അത് വേറെ റേഞ്ചാ. ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇത് അതല്ല, ഇത് വേറെ. ഇത് നമ്മളെന്താ പോലെ ടോവിനോ മാസ്റ്റർ പീസ് വെറൈറ്റി, ഇത് വേറെ ലെവല്. പക്ഷെ ഇങ്ങനെ ആക്കരുത്, ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കരുത്. കാരണം വടക്കുന്നത് വേറെ ലെവൽ. അതിന് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ കയ്യില് മമ്മൂക്കയുടെ വടക്കൻ വീരഗാഥയ്ക്ക് വെല്ലം അടുത്ത ഇത് മാത്രമേ ഉള്ളൂ. ഒരു പടം വരട്ടെ, നിലവിൽ ഇതേ ഉള്ളൂ. ഓക്കെ.